ഇതിൻ്റെ ഉള്ളിൽ ഒരു സാധനവുമില്ല, എല്ലാം ആരോ അടിച്ചു മാറ്റി പോയിട്ടുണ്ട്. പോളോ 1.2 ലിറ്റർ MP എഞ്ചിനാണ് കേട്ടോ. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ പൊല്യൂഷൻ വെയിലായി പോകുന്നതാണ്. ഇപ്പോൾ PUC സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. അങ്ങനെ കസ്റ്റമർ കമ്പനിയിലൊക്കെ പോയി അത്യാവശ്യം പ്ലഗ്, ഫ്യൂൽ ഫിൽറ്റർ, ടോട്ടൽ ബോഡി ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു. എന്നിട്ടും സംഗതി റെഡിയാകുന്നില്ല. അതായത് ഇതിൽ ഇപ്പോൾ നമുക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നോക്കിയാൽ കാണാം കാർബൺ മോണോക്സൈഡിൻ്റെ അളവ്, അതുമാതിരി തന്നെ ഹൈഡ്രോ കാർബണിൻ്റെ അളവ് ഒക്കെ ഭയങ്കര മാറ്റം. അതായത് 0.3 വരുന്നത് 0.88 വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് കംപ്ലൈൻറ്റ് എന്നുള്ളത്. നമ്മൾ പോളോ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ചെറിയൊരു പ്രശ്നം, ചെറുതല്ല പക്ഷേ വലിയൊരു പ്രശ്നമാണ്. ഒരു കാറ്റലിക് കൺവേർട്ടർ ഉണ്ടോ, കൺവേർട്ടറിൻ്റെ ഉള്ളിൽ ഒരു അരിപ്പമായിട്ട് സാധനങ്ങൾ, അതായത് നമ്മുടെ ഡീസൽ വണ്ടിയിലൊക്കെ ഉള്ള കാറ്റലിക് കൺവേർട്ടറിൻ്റെ ഏകദേശം അതേമാതിരി ഫംഗ്ഷൻ ചെയ്യണ ഒരു സംഗതി ഈ പെട്രോൾ വണ്ടികൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇത് ആരോ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തിപ്പിടിച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പൊല്യൂഷൻ ഫെയിലാവുന്നതിനുള്ള ഒരു റീസൺ. അത് ഇതൊരു കമ്പനിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് കൺവേർട്ടറുള്ള ഈ ഒരു എൻ്റെ വരെ ഇത് ഇറങ്ങാൻ പാടും. നമുക്ക് നോക്കിയാലും കാണാം അതിൻ്റെ ഉള്ളിൽ സാധനം. പോളോൻ്റെ കാറ്റലിക് കൺവേർട്ടർ അയച്ച് നോക്കി. അപ്പോൾ നമ്മുടെ കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു സാധനവുമില്ല, എല്ലാം ആരോ അടിച്ചു മാറ്റി പോയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതിൽ എങ്ങനെ ഉണ്ടാവുക വെച്ചാൽ നമ്മൾ സ്ക്രാപ്പിൽ നിന്ന് ഒരു കൺവേർട്ടർ എടുത്ത് കൊണ്ടുവരുന്നു. ഇപ്പോൾ ഇതിൽ ഫിറ്റ് ചെയ്യാൻ ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ടൈപ്പ് ഫിൽറ്ററുകളുണ്ടാവും. ഈ ഒരു സംഗതിയാണ് എല്ലാവരും അടിച്ചു മാറ്റി പോകുന്നൊരു സംഗതി. എന്തായാലും ഇത് കുടിക്കാൻ നമുക്കൊന്ന് പൊല്യൂഷൻ കിട്ടുമെന്നുള്ളത് നോക്കി നോക്കാം. വേറെ ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു കേസിന് അതിൽ വരാറുള്ള സാധാരണ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും പൊല്യൂഷൻ പാസ്സാവില്ല. പോളോൻ്റെ പൊല്യൂഷൻ പാസ്സായി കേട്ടോ. ഇതാണ് ഇപ്പോൾ പുതിയതെടുത്തത്. ഇപ്പോൾ കൺവേർട്ടർ മാറിയതിന് ശേഷമുള്ള വാല്യൂസ് കാണാം. ഈ കാർബൺ മോണോക്സൈഡ് 0.07 ആയി മാറിയാണ്. ഇതിൽ 0.88 88 ഇനി. അതുമാതിരി തന്നെ ഈ ഹൈഡ്രോ കാർബണിൻ്റെ അളവാണ് ഭയങ്കരമായിട്ട് മാറ്റം വന്നത്. ഇത് 200 വരാൻ പാടുള്ളത് 301 ആയിരുന്നു പഴയിൽ. ഇപ്പോൾ പുതിയതിൽ കണ്ടില്ല 29 ഉള്ളൂ. എന്തായാലും സംഗതി പാസ്സായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഔട്ട് സൈഡ് സ്ഥലങ്ങളിൽ നമ്മൾ പരിചയമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മളെ വണ്ടി വർക്കിന് പെട്രോൾ വണ്ടികൾക്കാണ് പ്രത്യേകിച്ച് ഈ ഒരു പ്രശ്നമുള്ളത്. വർക്കിന് കൊടുക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക. നമുക്ക് റിലയബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രം വണ്ടികൾ വർക്കിന് കൊടുക്കുക എപ്പോഴും.